इतना जंप स्केयर मैंने नहीं देखा आज तक। ओह माय गॉड, मैं एक्सपेक्ट नहीं कर रहा था ये। मेरे को था आवाज आएगी। हाँ, मेरे को हार्ट अटैक आते आते रह गया है बस। मेरे को था वो बुलाएंगे। हेलो गाइस, वेलकम टू आवर चैनल। और आज हम लेके आए किष्किंधा कांडम मूवी के सीन 6 का रिएक्शन। सो लास्ट सीन में हमने देखा किस तरीके से वो जो अंकल है वो तड़प रहे हैं। अब उनको अंदर कहीं ना कहीं वो हिट हो रहा है कि उनका जो वो फ्रेंड जो बन के आता है वो सही नहीं है, पर अब उन्हें वो नेक्स्ट टाइम याद नहीं रहेगा और उनकी वो पर्ची फाड़ दी गई है। वो क्या करेंगे वो देखना होगा। सच में मैं तो वो चुचू वाली बात तो भूल ही गई थी कि वो खो गया है, कि वो उससे भी कुछ कनेक्टेड मैटर है। बिकॉज इनके फ्रेंड ने तो हमको इतना चौंका दिया है ना कि वो ऐसे क्यों एक्टिंग कर रहे हैं। और उनके और द थिंग इज मेमोरी भी उड़ा दी। अब तो अपने बेटे को भी नहीं बता सकते, ना कुछ लिख सकते, और दोबारा उससे गो थ्रू जाएंगे तब भी कुछ मिलने वाला नहीं है। वही तो देखते हैं क्या होगा। तो आप भी देखो, हम देखते हैं। लेट्स स्टार्ट। ഇതെങ്ങനെ പ്രകാശേട്ട സംഭവം? ഇവരാണോ ഫോട്ടോഗ്രാഫർ? അതെ. നിങ്ങൾ വേഗം ഫോട്ടോ കാണിക്കും. हाथ भी नहीं मिलाया। പോലീസിനെ കൂടി അറിയിക്കല്ലേ വേഗം. ആദ്യം ഞാനൊന്ന് കാണട്ടെ പ്രകാശേട്ടാ. सर ओह, मॉन्की उसमें गन है। ओए ओए ओए। 13 ബ്ലോക്ക് തൊട്ട് ട്രൈബൽ കോളനി ബൗണ്ടറി തുടങ്ങുക. ഒരേ സമയം കൗതുകവും അതിലേറെ ഭീതി ഉണർത്തുന്നതുമായ വാർത്തയാണ് കല്ലേപ്പത്ത് റിസർവ് ഫോറസ്റ്റിൽ നിന്നും വരുന്നത്. തോക്കുമായി വിഹരിക്കുന്ന ആ ഒരു കുരങ്ങിന്റെ ചിത്രം ലേലത്ത് കണ്ടിട്ടുണ്ടായി. സാധനം കിട്ടും. RRT ഏരിയ മൊത്തം തരയുണ്ട്. മാസങ്ങൾക്ക് മുൻപ് നടന്ന ആയുധ പരിശീലനമെന്ന് സംശയിക്കുന്ന സംഭവത്തിന് ഒരു തുമ്പും കണ്ടെത്താൻ തണ്ടർബോൾട്ട് സേനയ്ക്കോ പോലീസിനോ സാധിക്കാതിരുന്ന ഏത് ഡയറക്ഷനിലേക്ക് കൈവിറ്റുകൾ മൂവ് ചെയ്തതെന്ന് കാട്ടിനുള്ളിലല്ലേ സർ? फॉरेस्ट में तो कहीं भी जाएंगे। 13 ബ്ലോക്കിനപ്പുറത്തുള്ളവരുകൾ ഇതിനു മുമ്പും നക്സൽ മൂവ്മെന്റ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. ഇനി അവരുടെ ക്യാമ്പിൽ നിന്ന് വല്ലതും കിട്ടിയതാണെങ്കിൽ ഇത് വെള്ളനാഗമല്ലേ? അല്ലേടോ, ആക്സിലൂടല്ലേ ഇത്? एक्सेल बोल കല്ലേപ്പത്തി ഭാഗത്ത് വാവ്. 2021 ശേഷം നിങ്ങൾ ഫോട്ടോഗ്രാഫിക് റിക്വസ്റ്റ് ചെയ്തതും പെർമിഷൻ തന്നതും 18ഉം 19ഉം മാത്രം സഞ്ചരിക്കാനാ. നിങ്ങൾക്ക് തോന്നിയതുപോലെ അല്ല കാട്ടിനകത്ത് സഞ്ചരിക്കേണ്ടത്. ഈസി അരവിന്ദേട്ടാ, ഇവരങ്ങനെ പോയതുകൊണ്ട് ഇത് പറയാൻ सही बात है, उन्होंने हेल्प किया भाई। കല്ലേപ്പറ്റി സബ് ഡിവിഷനിൽ 144 ഇഷ്യൂ ചെയ്യും. ട്രൈബൽ സ്കൂളും ഒരാഴ്ചത്തേക്ക് അടച്ചിടാനാ തീരുമാനം. ഓക്കെ സർ. പിന്നെ ടൂറിസ്റ്റ് പെർമിഷൻസ് മൊത്തത്തിൽ കട്ട് ഓഫ്. ആ കോളനികളിലൊന്ന് നേരിട്ട് അറിയിച്ചേക്കണേ. പ്രകാശ് ഏട്ടനെയും കൂട്ടിക്കോ. 144 मतलब कोई भी इकट्ठा नहीं हो सकता। 2 या 3 बंदों से പിള്ളേരുടെ ज्यादा। ഫയർ ആൻഡ് മിസ്സിംഗ് ആയിട്ട് തട്ടിച്ചു നോക്കണ്ടേ? कहीं पे भी हाँ, मतलब वो एरिया में जहाँ भी लगाया है। ये लोग तो साथ में ही बैठे हैं। ഇതെങ്ങാനും അച്ഛൻ്റെ തോക്കാൻ തോന്നുന്ന ഇരട്ടി പണിയോ. പൊസിഷൻ കീപ്പ് ചെയ്യാത്തതിൻ്റെ പേരിൽ ചിലപ്പം കേസോ. ഇനി അതുകൊണ്ട് എന്തെങ്കിലും അപകടം പറ്റിയ അതൊരു ഊരാ കൊടുക്കുക. അതിനത് നമ്മുടെ അല്ല എന്ന് പറഞ്ഞാ പോരെ. ലീഗൽ സൈഡൊക്കെ അച്ഛനും അറിയുന്നുണ്ടാവുമല്ലോ. पर उन्हें तो याद भी नहीं होगा मेरी गन कौन सी दिखती है। हैं? यही है। हाँ बोलो। പിസ്റ്റൾ അപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അല്ല, മോഡൽ ഡിസ്ക്രിപ്ഷനിലേ കൺഫേം ചെയ്യാനാവൂ. അത് തന്നെ ഏതെന്ന് അങ്ങനെ പറയും. वही സാർ, റവന്യൂവിലുള്ള മൊത്തം ലൈസൻസ് ഹോൾഡേഴ്സിൽ ഈ സ്പെക്ക് ഉള്ളത് അപ്പുപിള്ളയ്ക്ക് മാത്രം. ഇതേതാ സാധനം? ഷീൽഡ് EZ സീരീസ്. സ്മിത്ത് ആൻഡ് വെസൽ. ആ, ഇവിടെ അവൈലബിൾ ആണോ ഇതെല്ലാം? ഷൂട്ടിംഗ് മീറ്റിലെ പഴയ നാഷണൽ ക്വാളിഫയറാണ് പുള്ളി. അതുകൊണ്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള പ്രിവിലേജ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വല്ല കള്ളത്തോക്കോ മറ്റോ ആവാം. ഈവൺ ഒരു ടോയ് ഗണ്ണ് പോലും ആവാം. टॉय गन भी हो सकती है। हाँ। പക്ഷേ ഇഷ്യൂ പബ്ലിക് ത്രെട്ടാണ്. ഒന്നുകിൽ ആ തോക്ക് കണ്ടെടുക്കുന്നവരെ, അല്ലെങ്കിൽ ഒരു ക്ലോസർ ലുക്ക് കിട്ടുന്നവരെ. അതും പറഞ്ഞ് നമുക്ക് ചാൻസ് എടുക്കാനാവില്ല. അപ്പോഴാണ് ഗൺ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള പെറ്റീഷൻ കൊടുക്കാം. കളക്ടർ ഓഫീസിലും സൂപ്രണ്ടിനെ നോട്ടിഫൈ ചെയ്തേക്കും. സർ, ഫോളോ അപ്പ് എൻക്വയറി തുടങ്ങിക്കോ. कैंसिल हो गया उनका वो। सस्पेंड कर रहे हैं लाइसेंस, पर गन तो इनका वैसे भी नहीं है। ये पूरा पैकिंग कर रहे हैं। लाइटर सिगरेट पीते हैं? सब जला रहे हैं। क्या जला रहे हैं? जो सारे डॉक्यूमेंट सब कलेक्ट किए थे, ये क्या कर रहे हैं? क्यों जलाते हैं यार? कौन सी रिपोर्ट्स हैं ये? क्या है क्या उसमें यार? बॉक्स भी डाल दिया। उन्होंने देख लिया होगा।
हाँ जैसे वो रूम में देख लिया था, पर वो हवा से भी हो सकता है रूम वाली खिड़की, तो मतलब ऐसे वो जैसे बंद हुई थी वो हवा से नहीं हुई थी, गुस्से से हुई थी। हाँ। अलग इन्वेस्टिगेटिव स्किल्स हैं इसके। नेचुरली हाँ, बुझाओ बुझाओ, हाँ बुझाओ। ओह गॉड, इतना बड़ा जंप स्केयर मैंने नहीं देखा आज तक। ओह माय गॉड, मैं एक्सपेक्ट नहीं कर रहा था ये, मेरे को था आवाज आएगी। हाँ मेरे को हार्ट अटैक आते आते रह गया है बस। मेरे को था वो बुलाएंगे। ओह माय गॉड, ओह गॉड, ये क्या था? ओहो ओहो, ये भूल गए क्या चल रहा था। उन्हें याद ही नहीं क्या चल रहा था। वापस मेरा गला खराब हो जाएगा तो जोर से चिल्लाई मैं। उनको वापस ब्लड दिखने लगा। भूल गए। നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മുറിക്കകത്ത് വെച്ച് തീർത്തോണം, അല്ലാതെ വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിക്കാനായിട്ട്. किधर जा रहा हूँ पता ही नहीं है कुछ। चेक तो करो क्या था, कुछ मिल जाए। अरे यार तो वो मदद कर रही है। അച്ഛനെന്താ പ്ലാൻ ചെയ്യുന്നുണ്ടോ ചേട്ടാ? वो क्या प्लान करेंगे यार? പറഞ്ഞു, ഓൾറെഡി നാട്ടിൽ 100 കഥകളുണ്ട്, ഇനിയിപ്പോ വീട്ടിൽ നിന്നും കൂടെ തുടങ്ങാം. നിങ്ങളൊക്കെ പോലെ പെട്ടെന്ന് ഒരു സെക്കൻഡിൽ റാഷണൽ ആയിട്ട് ചിന്തിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എല്ലാവർക്കും അപ്പുള്ള ഒരു ക്യൂരിയസ് ക്യാരക്ടർ മാത്രമാണ്, പക്ഷെ എനിക്ക് എന്റെ അച്ഛനാ. But help your father, no? Make him better. वो कुछ क्या कर रहे थे, कुछ समझ में नहीं आया, क्या जला रहे थे, क्यों जला रहे थे? ओए एक चीज रह गई है। पुलिस? फॉरेस्ट फॉरेस्ट डिपार्टमेंट। ടീ കോഫി എന്തെങ്കിലും വേണമെങ്കിൽ എടുപ്പിക്കാം കേട്ടോ. ദിസ് മേ ടേക്ക് സം ടൈം. ഈ വാച്ചർ സുമതത്വനുമായിട്ട് ഞങ്ങൾ കാലത്തൊന്ന് സംസാരിച്ചിരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. നിങ്ങൾ പഴയ ഫ്രണ്ട്സ് അല്ലേ? फिर उसी की वजह से എടാ, ഇത് വിചാരിച്ചിടത്തൊന്നും നിൽക്കുന്നില്ലല്ലോ. വിളച്ചേട്ടന്റെ പഴയ ഹിസ്റ്ററിയൊക്കെ ചൊറിഞ്ഞു പൊക്കി ഓരോന്ന് ഒത്തു നോക്കാൻ തുടങ്ങിയത് ആ കാലത്ത് മുതൽ. ഈ സുമചേട്ടനത് എന്തുകൊണ്ടാ ഇവരോട് പറഞ്ഞതെന്ന് ക്ലാരിറ്റി കിട്ടുവാണെങ്കിൽ നമുക്കൊരു എളുപ്പമുണ്ടായിരുന്നു എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. बात करो इनसे यार, पता लगे क्या बात होती है इनकी रोज रोज। नहीं ऐसे बस यूं नहीं, यूं। 3rd week of March 2021. ഏകദേശം ഈ ഒരു ടൈം പീരീഡിൽ ഒരു കുരങ്ങ് വെടിയേറ്റ് ചത്തിട്ടുണ്ട് നിങ്ങളുടെ പറമ്പിൽ. ജോയുടെ പറമ്പിൽ നിന്ന് കിട്ടിയ ആ കുരങ്ങിന്റെ റിമൈൻസുമായിട്ട് നിങ്ങളുടെ പിസ്റ്റൽ സ്പെസിഫിക്കേഷൻസ് മാച്ചിങ്ങുമാണ്. വാച്ചർ സുമതത്വം തന്ന വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റിൽ ഈ സംഭവത്തിന് എക്സ്പ്ലനേഷൻ ഉണ്ട്. പക്ഷെ ആ പിസ്റ്റലിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അയാൾക്കറിയില്ല. അയാൾ പറഞ്ഞ കഥയിലും അതില്ല. कहाँ जाती है पिस्टल? അന്ന് റേഞ്ച് ഓഫീസറുടെ ക്വാർട്ടേഴ്സിൽ പോയിട്ട് വരുന്ന വഴിക്കാ പിള്ളേ ഒന്ന് കാണാമെന്ന് വെച്ച്. ओ वो ये अपने बेटे को मार रहे हैं, पोते को। കുഞ്ഞല്ലേ അറിയാത്തോണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാലേ നാളെ കുരുപ്പ് ഈ പേരക്ക് തീയിടും. അവന് നോട്ടൊന്നും ഇപ്പൊ കണ്ടില്ല. क्या किया उसने? പിന്നെ കൊച്ച പൂട്ടിക്കിടന്നതിന്റെ പെട്ടിന്നാ ഇവന് തോക്കെടുത്തോണ്ട് വന്നത്. उसने मारा। അതോ മാറ്റി വെച്ച കാട്ടിച്ചെടുത്ത് ട്രിഗറിലോക്ക് സസ്പെൻഡ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഇവനെയാണോ കൊച്ചെന്ന് വിളിക്കേണ്ടത്? ഇടോ ഇതുകൊണ്ട് എന്തെങ്കിലും പറ്റിയ ഞാനല്ലേ ഉത്തരം പറയേണ്ടത്? എന്താ മോനെ ഇത്? തന്തങ്ങളെ കൊണ്ട് വരട്ടെ. അവരില്ലേ ഇവിടെ? ഓ
ഇതിനെവിടെ ആക്കിയിട്ട് എവിടെ വേണേ പോവാമല്ലോ. നോക്കാൻ പറ്റില്ല, പിന്നെ ഇതിനെ ഉണ്ടാക്കുന്നു. വരട്ടെ കൂട്ടോ. അല്ല തള്ള ഹോസ്പിറ്റലോ ചികിത്സയോ കഴിയുന്നവരല്ലോ ബോർഡെങ്കിലും ഉണ്ടാക്കട്ടെ. ഒക്കെ നോക്കാം, നിങ്ങളൊന്ന് അടങ്ങ. പുറത്തെറിഞ്ഞാൽ വലിയ കേസാവും. तो अब उन्होंने डिसाइड किया बरी करने का। और सब मंकीज ने देखा, तो शायद वो पहचानते हैं इनको। देख रहे, क्या पता इनसे कुछ कनेक्टेड ही हो। काम कर दिया पूरा। മധുരം പറ്റില്ല നിനക്ക്, ചച്ചുവിന്റെ പുറന്നാളാ. चाचू का बर्थडे उस दिन मार खाई है बर्थडे के दिन। अच्छा वो देख रहे हैं कि ये बंदा अभी तक तो कैसा था गुस्से में, और अभी भूल भाल के सब ऐसा हो गया है। कितना मुश्किल हो ऐसे रहना। പായസം ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അയാൾ അങ്ങനെ പെരുമാറിയപ്പോൾ ആദ്യം എനിക്ക് എന്തോ പോലെ തോന്നി. പിന്നെ തോന്നി അയാൾ അതൊക്കെ അങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നതെന്ന്. പിന്നെ എപ്പോഴാ ചേട്ടനത് അങ്ങനെ അല്ലാന്ന് തോന്നിയേ? തോക്ക് കാണാനില്ലെന്ന് മനസ്സിലായപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. അങ്ങനെ എന്നോട് പറഞ്ഞത്. അന്ന് വൈകുന്നേരം നടന്നതെല്ലാം ഓർമ്മയുള്ളതെല്ലാം പറയാൻ. പിന്നെ അത് ഇടയ്ക്കിടയ്ക്കുള്ള വരവായി. കൂട്ടത്തിലെ പഴയ കാര്യങ്ങൾ, പണ്ടത്തെ നിലമ്പൂർ സംഭവത്തിലെ സഖാക്കൾ, അവർ ചിലരെ പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് മൂപ്പര്. ഓരോ തവണ വരുമ്പോഴും ഒരേ ചോദ്യങ്ങൾ, ഒരേ ഉത്തരങ്ങൾ. എപ്പോഴും ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ മൂപ്പരത് കേട്ടിരിക്കും. ഒരിക്കൽ ചോദിച്ചു, അപ്പൊ പുള്ളി ചൂടായിട്ട് ഇറങ്ങിപ്പോയി. അയാൾ എന്നോട് എന്തെങ്കിലും പറയുന്നില്ലെങ്കിൽ അയാൾക്ക് ഞാനത് അറിയേണ്ടതില്ല. ഈ കല്ലേപ്പത്തി വെടിവെപ്പ്, കൊരങ്ങിൻ്റെ തോക്ക് കണ്ട ഇഷ്യൂ, ഇതൊക്കെ ആയിട്ട് അച്ഛനെന്തെങ്കിലും? പിള്ളേർക്ക് ഒരു സ്വന്തം തന്തമാരെ ഇത്രയൊക്കെ അറിയും. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ തോക്ക് കാണാതായ വിഷയം നിങ്ങൾ എന്തായാലും ഇത്തവണത്തെ ഇലക്ഷൻ ടൈമിലല്ല അറിഞ്ഞത്. എന്നാ നിങ്ങളത് ആരെ അറിയിച്ചതുമില്ല. ആരെ അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോ അപ്പൊ ആരും അറിയാൻ പാടില്ലാത്ത എന്തോ ഉണ്ട്. ये समझ गया ये भी। बहुत क्यूरियस केस हो रहा है। एंड वो जंप स्केयर तो मेरे को अभी तक याद आ रहा है वो चीज़। लाइक जंप स्केयर कितने देखे हैं, लाइक मैंने बहुत मूवीज देखी है। लाइक कितने सारे वो बार फेस आ जाएगा, ये हो जाएगा, ठीक है स्कैरी लगता है। इतना स्कैरी कुछ नहीं लगा। एकदम से वो जो हाथ आ जाना ना, तो वो बहुत ज़्यादा था, क्योंकि आप एक्सपेक्ट नहीं कर रहे थे। आपको ये था कि भाई अभी पीछे से आवाज़ आ सकती है, ये क्या कर रहे हो, या फिर ऐसा कुछ। बट और वो भी मेरे ख्याल से ये एक्सपेक्टेड था कि वो जब कुछ देख रही होंगी तब आएगा। उन्होंने उठाना ही शुरू किया, तभी वो हाथ आ गया था। एंड अब देखा जाए तो अब यही पता चला कि जिससे वो फ्रेंड से वो मिलने जाते थे, तो उसके साथ भी अलग था कि भाई वो बच्चे ने इंडियन मारा था वो बंदर को, और फिर उन्होंने मदद की। फिर उसको पता लगा उसकी भूल गई की बीमारी में, और अब वो हर रोज़ जाते हैं वही चीज़ बार बार जानने के लिए। बहुत स्ट्रेंज, बहुत ज़्यादा शॉकिंग चीज़ है ये। एक ये जो हाथ पकड़ने वाला, ये तो बहुत सॉलिड था, तो दिमाग घूम गया। मैं इतना ज़ोर से चीखी हूँ ना, मेरे को स्टिल अभी गले में भी खराश लग रही। और दूसरा वो जो खिड़की यूं करके बंद हुई थी, भाई ऐसा लग रहा था कि ये दिख कुछ और रहा है, कि भूल रहे हैं, ये वीक है, ऐसा है। बट फिर अंदर एक दूसरी कोई पर्सनैलिटी है जो एकदम से वो चीज़ें कैच कर लेती। बहुत स्कैरी हॉरर मूवी लग रही है अभी मेरे को एक्चुअली। तो आप लोग कैसा लगा कमेंट में ज़रूर बताइएगा। तो इसे लाइक कर दीजिए, कमेंट कर दीजिए, शेयर कर दीजिए और सब्सक्राइब करिए। बाय।